ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 2. അടിസ്ഥാന പ്രശ്നം മറന്ന കോർപ്പറേറ്റ് അനുകൂല തെരഞ്ഞെടുപ്പ് ബജറ്റ്. രാജ്യം അഭിമുഖീകരിക്കുന്ന തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വിലക്കയറ്റം, വർദ്ധിച്ചുവരുന്ന അസമത്വം, കർഷക ആത്മഹത്യ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്രിയാത്മകമായ പദ്ധതികളോ നിർദ്ദേശങ്ങളോ ഇല്ലാതെ കേന്ദ്ര ബജറ്റ്. പൊതുതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രകടന പത്രികയ്ക്ക് സമാനമായി കഴിഞ്ഞ വർഷങ്ങളിലെ വാഗ്ദാനങ്ങൾ ആവർത്തിച്ച ഇടക്കാല ബജറ്റിൽ സാധാരണക്കാരുടെ ജീവിതം തിരികെ പിടിക്കാൻ ഫലപ്രദമായ പ്രഖ്യാപനങ്ങളില്ല. 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എന്ന പേരിൽ കുറെ അവകാശവാദങ്ങളും കണക്കുകളും നിരത്തുന്നതിനും അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതികളെപ്പറ്റി പറയാനുമാണ് ബജറ്റ് പ്രസംഗത്തിലെ ഏറിയ സമയവും ധനമന്ത്രി ചെലവഴിച്ചത്. തൊഴിലാളികളെയും കർഷകരെയും യുവാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പൂർണ്ണമായും അവഗണിച്ചപ്പോൾ മോദി സർക്കാർ പിന്തുടരുന്ന കോർപ്പറേറ്റ് സ്വകാര്യവൽക്കരണ അജണ്ട ശക്തിപ്പെടുത്തി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു. പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് സമ്പന്നരെ സഹായിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ബജറ്റാണിത്. റോഡ്, തുറമുഖം, വിമാനത്താവളം, റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതു സംവിധാനങ്ങളെ കോർപ്പറേറ്റുകൾക്ക് കൈമാറിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്നത്. ഗവൺമെന്റിന്റെ ഇഷ്ടക്കാരായ ശിങ്കിടി മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ശ്രദ്ധ ചെലുത്തുന്നത്. രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ പ്രധാന സംഭാവനയായ കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയോ കടാശ്വാസമോ മറ്റ് ഇളവുകളോ ഇല്ല. കർഷകർക്ക് PM കിസാൻ സമ്മാൻ നിധിയിൽ നിന്നുള്ള സഹായം വർദ്ധിപ്പിച്ചില്ല. രാസവള, ഭക്ഷ്യ സബ്സിഡികൾക്കുള്ള വിഹിതം കുറച്ചു. കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉൽപാദന ചെലവും അതിന്റെ 50% ചേർത്ത് കുറഞ്ഞ താങ്ങുവില നിശ്ചയിക്കണമെന്ന ആവശ്യം ഇത്തവണയും നടപ്പാക്കിയില്ല. ഗവേഷണം ഉൾപ്പെടെ സ്വകാര്യവൽക്കരിച്ച് കാർഷിക മേഖലയെ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാക്കാനാണ് ശ്രമം. പ്രതിവർഷം 2 കോടി പേർക്ക് തൊഴിൽ നൽകുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിലേറി 10 വർഷം കഴിയുമ്പോഴും തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പദ്ധതിയില്ല. തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കെ 95 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്ന് മാത്രമാണ് ബജറ്റിന്റെ പ്രഖ്യാപനം. തൊഴിലവസരം സൃഷ്ടിക്കുന്നതിൽ നിന്നും സർക്കാർ പിന്മാറിക്കൊണ്ട് ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് സ്വയം തൊഴിൽ കണ്ടെത്തൂ എന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്ന അസംഘടിത മേഖലയെയും തൊഴിലാളികളെ പറ്റിയും അവരുടെ ക്ഷേമത്തെ പറ്റിയും ബജറ്റിൽ ഒരു പരാമർശവുമില്ല. അമൃതകാലത്തിന് ശക്തമായ അടിത്തറയിട്ടു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിന്റെ നേട്ടം എല്ലാ വിഭാഗങ്ങൾക്കും എത്തിച്ചുവെന്നും അവകാശപ്പെടുന്ന ധനമന്ത്രിയും പ്രധാനമന്ത്രിയും പാവപ്പെട്ടവരെ പാടെ മറന്നു. സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാന യുക്തി പാവപ്പെട്ടവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നതാണ്. രാജ്യത്തിന്റെ മൊത്തം സമ്പത്തിന്റെ 3% മാത്രം കൈകാര്യം ചെയ്യുന്ന 50%-ലേറെ വരുന്ന പാവപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങളിൽ GDP വളർച്ച ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. ഇവരുടെ ഉപഭോഗ ചെലവിൽ 10 വർഷത്തിനിടയിൽ വർധന ഉണ്ടായിട്ടില്ല. വിലക്കയറ്റം രൂക്ഷമായിരിക്കെ ജനങ്ങളുടെ ക്രയശേഷി കുറയുകയാണ്. ക്ഷേമ പെൻഷൻ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല. 60-നും 79-നും ഇടയിൽ പ്രായമുള്ളവർക്ക് 200 രൂപയും 80-ന് മുകളിൽ പ്രായമുള്ളവർക്ക് 500 രൂപയുമാണ് ക്ഷേമ പെൻഷനുള്ള പ്രതിമാസ കേന്ദ്ര വിഹിതം. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്താകേണ്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതവും വർദ്ധിപ്പിച്ചിട്ടില്ല. പാവപ്പെട്ടവരുടെ കൈകളിൽ പണം എത്തിച്ച് ക്രയശേഷി മെച്ചപ്പെടുത്തി ഉത്പാദനവും തൊഴിലും വർദ്ധിപ്പിക്കാതെ സ്ഥിരതയാർന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകില്ല. കോർപ്പറേറ്റുകളുടെയും സമ്പന്നരുടെയും മേൽ പുതിയ നികുതി ചുമത്താനോ കൂട്ടാനോ മുതിർന്നില്ല. ഇടത്തരക്കാർക്ക് സഹായകമാകുന്ന രീതിയിൽ ആദായ നികുതിയിലും ഇളവ് നൽകിയില്ല. പ്രത്യക്ഷ നികുതി വരുമാനം ഇരട്ടിയിലധികമായി എന്ന് അവകാശപ്പെടുമ്പോഴും സർക്കാർ ചെലവ് വെട്ടിക്കുറയ്ക്കുന്നു. സബ്സിഡി ഉൾപ്പെടെയുള്ളവ വെട്ടിക്കുറച്ചിട്ടും ധനകമ്മിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പും ബജറ്റിലൂടെ പുറത്തു വന്നു. സംസ്ഥാനങ്ങളോട് ധനകമ്മി 3% കൂടരുതെന്ന് നിഷ്കർഷിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ നടപ്പു വർഷത്തെ ധനകമ്മി 5.8% അടുത്ത വർഷം 5.1% കുറയുമെന്നുമാണ് പറയുന്നത്. കേരളം ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളെ കടമെടുപ്പിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ കേന്ദ്രത്തിന്റെ മൊത്തം ബജറ്റ് ചെലവിന്റെ 35%-ലേറെ കടമെടുക്കുകയാണ്. ഫെഡറൽ ധനബന്ധങ്ങളെ കേന്ദ്ര സർക്കാർ മാനിക്കുന്നില്ലെന്ന് ആവർത്തിക്കുകയാണ് ബജറ്റിലും. മൂലധന നിക്ഷേപത്തിനും ടൂറിസം പോലുള്ള മേഖലകൾക്കുള്ള സഹായവും കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്ക് വിധേയമാണ്. മിനിമം സർക്കാർ മാക്സിമം ഭരണം എന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം സമ്പദ്ഘടനയിലെ സർക്കാർ ഇടപെടൽ ചുരുക്കി കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാക്കുമെന്നാണ്. കേരളത്തെ സംബന്ധിച്ച് ഇടക്കാല ബജറ്റ് ഏറെ നിരാശകരമാണ്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചില്ല. എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചില്ല.
കേരളിനും ശബരിപാത മറ്റു റെയിൽവേ പദ്ധതികൾക്കും അംഗീകാരം നൽകിയില്ല. ഒരു പതിറ്റാണ്ട് മുമ്പ് തറക്കല്ലിട്ട കോച്ച് ഫാക്ടറിക്കും അനുമതിയില്ല. സംസ്ഥാനത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള ധനസഹായത്തിലും വർധന വരുത്തിയില്ല. റബ്ബറിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല, മറ്റ് ആശ്വാസ പദ്ധതികളൊന്നും നടപ്പാക്കിയില്ല. കാപ്പി, തേയില, ഏലം തുടങ്ങിയ തോട്ടം വിളകളെയും പാടെ അവഗണിച്ചു. പാവങ്ങളെ ചൂഷണം ചെയ്ത് സമ്പന്നർക്ക് തടിച്ചുകൊഴുക്കാൻ അവസരമൊരുക്കുകയും കേരളത്തെ അവഗണിക്കുകയും ചെയ്ത ജനവിരുദ്ധ ബജറ്റിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ്.